ഒരിക്കൽ ദശരഥ മഹാരാജാവ് മൃഗയ വിനോദത്തിനായിട്ട് സരയൂ നദിയുടെ തീരത്തിലൂടെ യാത്രയാകുകയായിരുന്നു. ആ യാത്രയ്ക്കിടയിൽ ഒരു രാത്രിയിൽ തമസാ നദിയുടെ കടവിൽ ആന വെള്ളം കുടിക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് ആനയായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ദശരഥ മഹാരാജാവ് അസ്ത്രം തൊടുത്തുവിട്ടു. പക്ഷേ അസ്ത്രം കൊണ്ട ഉടൻ തന്നെ ഒരു യുവാവിൻ്റെ, ഒരു ബാലൻ്റെ ദീനരോദനമാണ് കേൾക്കാനിടയായത്. അത് ശ്രാവണൻ എന്ന മുനികുമാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അന്ധരായിട്ടുള്ള മാതാപിതാക്കൾക്ക് കുടത്തിൽ വെള്ളം നിറയ്ക്കുന്ന ശബ്ദമാണ് ദശരഥ മഹാരാജാവ് കേട്ടത്. അതാണ് ആന വെള്ളം കുടിക്കുകയാണ് എന്ന് വിചാരിച്ചിട്ട്